ഒരു 8085 മൈക്രോ പ്രോസസ്സർ എളുപ്പത്തിൽ വരയ്ക്കുന്നത് എങ്ങനെയാണ്. ആദ്യം ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ബ്ലോക്ക് വരയ്ക്കുക. അത് 8 ബിറ്റ് ഇൻറ്റേർണൽ ഡാറ്റാ ബസ് എന്ന് അതിൽ എഴുതുക, മാർക്ക് ചെയ്യുക. പിന്നീട് ഒരു 8 കോളംസ്, ഇതുപോലെ 8 കോളംസ്. അതിൽ ആദ്യത്തെ കോളം WZ എന്നും പിന്നീട് BCDEHL എന്ന് മാർക്ക് ചെയ്യുക. WZ എന്ന് പറയുന്നത് ഇത് എല്ലാം രജിസ്റ്റേഴ്സാണ്. പക്ഷേ BCDEHL എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്ററും WZ എന്ന് പറയുന്നത് ടെമ്പററി രജിസ്റ്ററുമാണ്. പിന്നീട് സ്റ്റാക്ക് പോയിൻ്റർ SP എന്ന് പറയും. പ്രോഗ്രാം കൗണ്ടർ PC എന്ന് മാർക്ക് ചെയ്യണം. ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് രജിസ്റ്റർ അത് INC എന്ന് DEC എന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. അതിൽ നിന്ന് ഡേറ്റാ ബസ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക. പിന്നീട് നേരെ പോകുന്നത് അഡ്രസ് ബഫർ. അഡ്രസ് ബഫർ എന്ന് പറയുന്നത് ഏകദേശം 8 പിന്നുകളുള്ളതാണ്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. A8 മുതൽ A15 വരെയാണ്. ഡേറ്റ ആൻഡ് അഡ്രസ് ബഫർ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കാരണം അത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് AD0 മുതൽ AD7 വരെ അഡ്രസ്സിനും ഡേറ്റയ്ക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബസ്സാണ്. ഡേറ്റാ ബസ് എന്ന് പറയുന്ന കണക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അത് നേരെ ഡേറ്റാ ബസ്സിലേക്ക്, ഇൻറ്റേർണൽ ഡേറ്റാ ബസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഡേറ്റ കൊണ്ടുവരുന്നതാണ്. ഡേറ്റാ ബസ്സിൽ നിന്ന് ഡേറ്റ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക്, അതിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, അതിൽ നിന്ന് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ കുറച്ച് പിന്നുകൾ മാത്രം ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. എല്ലാ പിന്നുകളും മാർക്ക് ചെയ്തിട്ടില്ല. എളുപ്പത്തിന് വേണ്ടി കുറച്ച് പിന്നുകൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ റീസെറ്റ്, പിന്നെ ഹോൾഡ്, പിന്നെ IO/M പ്രൈം കൊടുത്തിട്ടുണ്ട്. M പ്രൈം എന്ന് പറഞ്ഞാൽ M ബാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. M ബാർ എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്. IO എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടാണ്. പിന്നീട് വരുന്ന S1 S0 2 ടെർമിനലാണ്. അത് ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ തീരുമാനിക്കുന്ന ഒരു അതാണ് കൺട്രോൾ ടെർമിനൽസാണ്. ALE റൈറ്റ്, റീഡ്, റെഡി, ക്ലോക്ക് ഔട്ട്, പിന്നെ ക്ലോക്ക് ഇൻ വരുന്നത് X1 X2. അത് കഴിഞ്ഞ് പിന്നീട് മാർക്ക് ചെയ്യേണ്ടത് അക്യൂമുലേറ്റർ, ടെമ്പററി രജിസ്റ്റർ, ഫ്ലാഗ് രജിസ്റ്റർ. പിന്നെ അതിനെ തൊട്ട് താഴെയായിട്ടൊരു ബ്ലോക്ക് തന്നെ വരയ്ക്കണം. ALU എന്ന് പറയും. അക്യൂമുലേറ്ററിൽ നിന്നും ടെമ്പററി രജിസ്റ്ററിൽ നിന്നും ALUവിലേക്ക് കണക്ഷനുണ്ട്. അവിടെ നിന്ന് ബിറ്റിംഗ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ALUവിൽ പ്രോഗ്രാം അല്ലെങ്കിൽ അരിത്തമാറ്റിക് ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ നേരെ ഫ്ലാഗ് രജിസ്റ്ററിലേക്ക് പോകും. ഫ്ലാഗ് രജിസ്റ്ററിൽ നിന്ന് നേരെ ഇൻറ്റേർണൽ ഡാറ്റാ ബസ്സിലേക്ക് വരണം. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ടെമ്പററി രജിസ്റ്ററിലേക്ക് ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ മൂവ്മെൻറ്റ്, തിരിച്ചു പോകത്തില്ല. അക്യുമുലേറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാ ബസ്സിലേക്ക് പോവുകയും ചെയ്യാം, ഡാറ്റാ ബസ്സിൽ നിന്ന് അക്യുമുലേറ്ററിലേക്ക് വരികയും ചെയ്യാം. അത് 2 വേ ആണ്. ഓക്കെ. പിന്നീട് വരുന്നത് സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളാണ്. അത് 2 ടെർമിനൽ, ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. സീരിയൽ ഇൻപുട്ട് SID എന്ന് പറയും, സീരിയൽ ഔട്ട്പുട്ട് SOD എന്ന് പറയും. പിന്നെയുള്ള ഇൻട്രപ്റ്റ് കൺട്രോളാണ്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാ ബസ്സിലേക്കും വരും, ഡാറ്റാ ബസ്സിൽ നിന്ന് തിരിച്ച് പുറത്തേക്കും പോകാം. അത് വരുന്നത് INTR, INSTA, RST 7.5, RST 6.5, RST 5.5, ട്രാപ്പ്. ഇത്രയുമാണ്. അപ്പോൾ ഇത്രയും വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ആർക്കിടെക്ചറിൻ്റെ ബേസിക് സ്ട്രക്ചർ ആയിക്കഴിഞ്ഞു.